കണ്ണിന്ന് വെള്ളം വന്നുപോയി. ഞാൻ എൻ്റെ അമ്മേന്ന് വിളിച്ചു പോയി. ഞാൻ ആ സമയത്ത് വല്ലാത്തൊരവസ്ഥയാണ്. ആ ഫീല് പറ്റൂല. അതെങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതെന്ന് പറ്റുന്നില്ല. കാരണം കയ്യും കാലം നമുക്ക് വിറച്ചു പോയി. ആ സമയത്ത് രക്ഷപ്പെട്ടത് ഞാൻ പിന്നെ ന്യൂസെല്ലാം കാണാൻ തുടങ്ങിനി. ഇത് എന്തായി ആ കുട്ടി രക്ഷപ്പെട്ട്. ആ കുട്ടി രക്ഷപ്പെട്ടതിലൊരു സന്തോഷം അത്രയും പറയാനില്ല. എൻ്റെ കുട്ടീൻ്റെ കൂടുതലുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട. രക്ഷപ്പെട്ടെന്നുള്ള സന്തോഷമല്ലേ, അത് ആർക്കായാലും അതല്ലേ തോന്നുക. കാണുന്ന രംഗം അതല്ലേ. ഭാഗ്യം കൊണ്ടാണ് ആ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടത്. ഒരു സെക്കൻഡ് വല്ലതും മാറിപ്പോയിരുന്നെങ്കിൽ. ആദ്യ തവണ കണ്ടപ്പോഴും പിന്നീട് ഓരോ തവണ കാണുമ്പോഴും തലയിൽ കൈവച്ച് പോകുന്ന ദൃശ്യമാണ്. ആ 3 വയസ്സുകാരി സുരക്ഷിതയാണ്, യാതൊരു പ്രശ്നവുമില്ല. ഇതര സംസ്ഥാന തൊഴിലാളി കുടുംബമാണ്. ഇക്കഴിഞ്ഞ ജനുവരി 30-ന് കൊടിയത്തൂർ മാക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻവശം അച്ഛനും അമ്മയ്ക്കുമൊപ്പം ആശുപത്രിയിൽ വന്ന 3 വയസ്സുകാരി. അമ്മ ആദ്യമേ ഓട്ടോയിൽ നിന്നിറങ്ങി. അച്ഛൻ ഓട്ടോ കൂലി നൽകുന്ന സമയത്താണ് കുഞ്ഞ് ഇറങ്ങി ഓടിയത്. ബസ് ഡ്രൈവർ കൃത്യമായി കണ്ട് ബസ് വെട്ടിച്ചതിനാൽ അപകടമൊഴിവായി. ഓട്ടോറിക്ഷയിൽ നിന്ന് അതിൻ്റെ അമ്മ ഓപ്പോസിറ്റ് ഉണ്ട്. ഓട്ടോറിക്ഷയിൽ നിന്ന് കുഞ്ഞിറങ്ങി ഓടി ബസ് വരുന്നത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. പക്ഷേ ഞാനത് ഓട്ടോറിക്ഷയുടെ അടുത്തെത്തി. ഓട്ടോറിക്ഷ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുഞ്ഞിനെ കാണുന്നത്. എനിക്കങ്ങനെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞു നല്ല സ്പീഡിലാണ് ഓടുന്നത്. ഞാൻ ചവിട്ടി വണ്ടി വലത്തോട് വെട്ടിച്ച് നിർത്തി. കുഞ്ഞ് ഫ്രണ്ട് വീല് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് വണ്ടിയുടെ അടുത്തുള്ളത് അങ്ങോട്ട് ഓടുന്ന കുഞ്ഞ് തിരിച്ചോടി. തൊട്ടില്ല മാതിരി നൂലിൽ എന്തോ ഭാഗത്തിന് കഴിച്ചിലായി. രക്ഷപ്പെട്ട് കരഞ്ഞു പോയി ഞാൻ. കാരണം അത്ര ചെറിയ കുഞ്ഞല്ലേ. നമ്മൾ ഒരു വണ്ടിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടല്ലോ. കാരണം ചെറിയ കുഞ്ഞിങ്ങനെ ഓടിയ കണ്ണുകൊണ്ട് കാണല്ലേ, അനുഭവിക്കല്ലോ നമ്മൾ. ബസ് ഡ്രൈവറെ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ അനുമോദിച്ചു. പെട്ടെന്ന് ഓടി കുട്ടിക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓടിക്കഴിഞ്ഞാൽ സംഭവിച്ചു. അന്ന് ആ ഡ്രൈവർ എന്തോ ഒരു ഭാഗ്യവും. അതിന് വളരെ സന്തോഷമുണ്ട്. രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.